അസഹിഷ്ണുതയ്ക്കെതിരെയും അർബുദത്തിനെതിരെയും ശക്തമായി പോരാടണമെന്ന് ബോളിവുഡ് താരം മനീഷ കൊയ്രാള. സ്വന്തം താൽപര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കരുത്. അർബുദം മരണമണിയല്ലെന്നും അർബുദത്തിന് ശേഷം ജീവിതമുണ്ടെന്നും മനീഷ കൊയ്രാള പറഞ്ഞു. 3 വർഷത്തിന് ശേഷം മലയാള സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ആഘോഷമാക്കാൻ മനീഷ കൊയ്രാള തലസ്ഥാനത്തെത്തി. രാജ്യത്താകെ അസഹിഷ്ണുതയില്ലെന്നും എന്നാൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നും ബോളിവുഡിന്റെ പ്രിയ നായിക മനീഷ കൊയ്രാള അഭിപ്രായപ്പെട്ടു. It's like I cannot force you to do what I want, you to do. I should have the freedom to lead a life that I want to lead, but I can't tell you that your ways are wrong. You have total freedom. So I believe in little liberal society. അർബുദം എന്നാൽ മരണമല്ലെന്നും അർബുദത്തിന് ശേഷം ജീവിതമുണ്ടെന്നും അർബുദത്തെ തോൽപ്പിച്ച മനീഷ കൊയ്രാള പറഞ്ഞു. Because if it is something to be scared of, but it's something that we can actually come out of it also. So there is hope, and I would like to say cancer is not a death sentence, and there is life beyond cancer. ലെനിൻ രാജേന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന തിബറ്റൻ അഭയാർത്ഥികളുടെ കഥ പറയുന്ന ഇടവപ്പാതിയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായാണ് മനീഷ കൊയ്രാള തലസ്ഥാനത്തെത്തിയത്. ഇലക്ട്രയ്ക്ക് ശേഷം വീണ്ടും ഒരു മലയാള ചിത്രം ചെയ്യാനായതിൽ സന്തോഷമുണ്ടെന്ന് മനീഷ പറഞ്ഞു. The premise of the film is quite artistic, and one can actually do a kind of cinema that maybe because the viewers and the audience accept this kind of cinema. സിദ്ധാർത്ഥ് ലാമ, ഉത്തര ഉണ്ണി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. മനീഷ കൊയ്രാള കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഇടവപ്പാതി ജനുവരി 1 തിയേറ്ററുകളിലെത്തും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.